ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ബീഫ് അച്ചാറായിട്ടാട്ടോ. വായിലിട്ട വെള്ളം വരുന്നൊരു ബീഫ് അച്ചാറാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്താണ് ഒരു അര കിലോ ബീഫുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് ബീഫൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്ര ഇട്ട് ഉപ്പ് കൂടി ഇടുവാണേ. ഇത് നന്നായിട്ടൊന്ന് തിരുമണം. എല്ലാം ഇതിലേക്ക് ശരിക്കും പിടിക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിരുമ്മി വയ്ക്കണം. ഇതെന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് നമ്മുടെ ബീഫ് വറുത്തെടുക്കാം. പിന്നെ ചട്ടി ചൂടായിട്ടുള്ളതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് നല്ലത്. ഞാൻ ഇത് വച്ചുകൊണ്ടിരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുക്കാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണതാണ്. എണ്ണയൊക്കെ ചൂടായിട്ട് നമ്മുടെ ബീഫ് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ഇട്ട് നമ്മൾ വച്ചേക്കുന്നതാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിത് ഇങ്ങനെ വച്ചിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുക്കണം കേട്ടോ. ചെറിയൊരിതൊന്നും പോരാ, ശരിക്കും നന്നായിട്ട് ഉണങ്ങി വയ്ക്കാം. അങ്ങനെ ഉണക്കി നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തരാം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത്. തീ ശരിക്കും കുറച്ചിട്ടിട്ട് വേണ്ടിട്ട് മുളക് പൊടി ഇടാൻ. ഓഫാക്കിയിട്ടിട്ടാലും മതി. ഈ പ്രായമാകുമ്പോൾ ഞാൻ ഓഫാക്കിയിട്ടാണ് ഇടുന്നത്. ഇതിലേക്ക് നമ്മുടെ ബീഫ് വറുത്ത് വെച്ചതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 1.5 സ്പൂണ് അച്ചാർ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് സുർക്ക ഒഴിക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചെറു ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമാണ് അത് കേട്ടോ. നല്ല ചൂടുവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഇത്തിരിയും കൂടി ഉപ്പിടാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി അച്ചാറാണ് കേട്ടോ. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എന്ത് പാത്രം എടുത്താലും അതിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായാൽ പിന്നെ നമ്മുടെ അച്ചാർ വേഗം പോകും. ഇതിപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.